ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിനും ബി മുരാരി ബാബുവിനും ഗോവർദ്ധനും ജാമ്യമില്ല. 3 പ്രതികളുടെയും 2 ജാമ്യാപേക്ഷകളും ഹൈക്കോടതി തള്ളി. ദ്വാരപാലക പാളി, കട്ടിളപ്പാളി കേസുകളിലെ ജാമ്യാപേക്ഷകളാണ് തള്ളിയത്. അതേസമയം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയത് 9 ഉപാധികളോടെയാണ്. ഹരിമോഹൻ ചേരുന്നു. ഹരി, 3 പ്രതികളുടെയും ജാമ്യം തള്ളിയത് അവരുടെ വാദങ്ങൾ തള്ളിക്കൊണ്ട് SITയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. എന്തൊക്കെ വാദങ്ങളാണ് ഈ പ്രതികൾ നിരത്തിയത്? അത് തള്ളിയത് എന്തൊക്കെ കണ്ടുകൊണ്ടാണ്? റോഷ്നി, 3 പ്രതികൾ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന വ്യക്തികളാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, ഈ ഫയൽ നീക്കത്തിന് തുടക്കമിട്ട മുരാരി ബാബു, അതുപോലെ ഈ കൊള്ള മുതൽ നേരിട്ട് കൈകൊണ്ട് പറ്റിയ ഗോവർദ്ധൻ. ഈ 3 പേരുടെയും ജാമ്യാപേക്ഷകളാണ് ഇന്ന് ഹൈക്കോടതി തള്ളിയത്. ഇതിൽ പത്മകുമാർ നടത്തിയിരുന്ന വാദഗതികൾ, അതായത് മുൻപ് വിജിലൻസ് കോടതിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത് ഈ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിൽ പൂർണ്ണമായും പഴിചാരിക്കൊണ്ട് അവർ നടത്തിയ ഫയൽ നീക്കമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴി തുറന്നത്. അതിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നും ഇല്ല എന്നുള്ള വാദമാണ് പത്മകുമാർ പതിവ് പോലെ തന്നെ ഉയർത്തിയത്. പക്ഷേ ആ വാദഗതികളൊന്നും നിലനിൽക്കുന്ന സമയമല്ല, അതിന്റെ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. മുരാരി ബാബു ആണെങ്കിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പഴിചാരിക്കൊണ്ട് ചില വാദങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചു. ഗോവർദ്ധൻ പറയുന്നത്, ഗോവർദ്ധന് ഈ സ്വർണം വാങ്ങി, പക്ഷേ താനത് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് അറിയുന്നത് വളരെ വൈകിയാണ്. മാത്രമല്ല അതിൽ പണം ദേവസ്വം ബോർഡിന് താൻ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ DD അടക്കം ഹാജരാക്കിക്കൊണ്ടാണ് ഗോവർദ്ധൻ ഒരു ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദഗതികൾ, SIT മുന്നോട്ട് വെച്ച തെളിവുകൾ, അതെല്ലാം കൂടി ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതെല്ലാം മുഖവിലക്കെടുത്തിട്ടുണ്ട്. അന്വേഷണം ഏറ്റവും നിർണായക ഘട്ടത്തിലാകുന്ന ഈ സമയത്ത് ഈ 3 പ്രതികൾക്കും ജാമ്യം നൽകുന്നത് സാധാരണ ഗതിയിൽ തന്നെ അന്വേഷണത്തെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ കേസിൽ സ്വാഭാവികമായിട്ടും ജാമ്യം നിഷേധിക്കും എന്നുള്ളത് തന്നെയാണ്